ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ റെസിപ്പി എന്താണെന്ന് അറിയാമോ? നല്ല പരിഞ്ഞിലുള്ള മത്തി കിട്ടി. അപ്പം കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു പുളിയുള്ള. അപ്പോൾ ഇന്ന് മാങ്ങയിട്ട് മത്തിക്കറി ഉണ്ടാക്കാം. നമുക്ക് മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി മാങ്ങ അരിയുകയാണ്. മാങ്ങയൊക്കെ അരിഞ്ഞ് സെറ്റാക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന അരപ്പിനുള്ള റെഡിയാക്കാം. തിരിങ്ങിയ തേങ്ങ, അതിലേക്ക് കൊച്ചുള്ളി, ഇനി ഇതിലേക്ക് പൊടികളിടാം. മുളക് പൊടി, ലേശം ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അരപ്പെല്ലാം നല്ലതുപോലെ അരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ പാകം ചെയ്യാനായിട്ടുള്ള മൺചട്ടി എടുക്കുക. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇടുക. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. അരപ്പൊക്കെ നല്ലതുപോലെ കലക്കി എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തി കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കലക്കി ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ആ പാകത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് കറിവേപ്പിലയും കൂടി ഇടുക. അത് കഴിഞ്ഞ് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. നമ്മുടെ മാങ്ങയിട്ട മത്തിക്കറി ഒന്ന് തിളച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അരപ്പ് വേണ്ടുന്നവർക്ക് കൂടുതൽ പറ്റിക്കാതിരിക്കുക, അത് അവരവരുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടോ? അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഇടണം. എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ മത്തിക്കറി ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, മാങ്ങയിട്ട മത്തിക്കറി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബായ്.